അപ്പോൾ ഇന്ന് അമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് വീട്ടിലുള്ള പൂച്ചകളെ മുഴുവൻ ഞാനാട്ടോ നോക്കുന്നത്. എനിക്ക് ഇച്ചിരി ലേറ്റായി പോയി, അതുകൊണ്ട് പൂച്ചകളെല്ലാം ഭയങ്കര വിശന്ന് കൂറകുത്തിയിരിക്കുക കേട്ടോ. നമ്മൾ ആദ്യം തന്നെ അവർക്ക് കുറേ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു. നമ്മൾ ബിസ്ക്കറ്റ്സും റോൾസൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് എന്നെ മാമൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാമൻ്റെ ജിമെയിൽ പാസ്വേഡ് മറന്നു പോയിട്ട് അത് റിക്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഈ പിങ്കിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പിന്നെ അവക്കും കൊടുത്തു കുറച്ച് ബിസ്ക്കറ്റ്. പിന്നെ നമ്മുടെ ലൂസിപ്പടിനും കൊടുത്തു കേട്ടോ കുറച്ച് ബിസ്ക്കറ്റ്. ഇത്രയും അംഗങ്ങൾക്ക് പുറമെ ഒരു പട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അതിനോട് കാണിച്ചു തരാം. ബെല്ലൊക്കെ ഉള്ള ഒരു പൗച്ചും ചോറും കേട്ടോ. സെറ്റ് 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 ഇരിക്കേ അവിടെ, ഇരിക്കേ കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാമ്പാടി നട്ടോ കഴിക്കുന്നത്. ഒരു മസാല ദോശ മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വണ്ടി എടുത്ത് നേരെ പാമ്പാടിലുള്ള ശരവണ ഭവനിൽ പോട്ടോ. അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് വണ്ടി ഇട്ടത്. കടയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഞാനൊരു മസാലയും കാപ്പിയാണ് പറഞ്ഞു. പുള്ളി കാപ്പി ആദ്യം തന്നെ കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് മസാല ദോശയൊക്കെ ഇടുന്ന് കഴിച്ച് നമ്മളൊരു പാഴ്സലൂടെ മേടിച്ചിട്ടോ ഒരു മസാല ദോശ മെനുവിന് വേണ്ടി. നമ്മൾ വണ്ടി ഇട്ടിട്ട് പോയത് കേട്ടോ. അതെ കൊണ്ടിട്ടേക്ക് നോക്കി. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് രജിസ്റ്റേർഡ് ഓഫീസ് ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേറെ വഴിയില്ല. മൺഡേ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 2 സ്റ്റാമ്പ് പേപ്പർ മേടിക്കാനുണ്ടായിരുന്നു ഒരു റെൻ്റൽ അഗ്രിമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ചെറിയൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഇൻകം എക്സ്പെൻസൊക്കെ ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി ഒരു ഷീറ്റ് ഉണ്ടാക്കി കേട്ടോ, ഗൂഗിൾ ഷീറ്റിൽ വെറുതെ. ഷീറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഷീറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊരു പുളിയൊക്കെ പാസ്സാക്കി. ഇനി എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ട്, അവനെ ഒന്ന് കാണാൻ വേണ്ടി പാമ്പാടി വരെ പോവാട്ടോ. ഒന്നുമില്ല, വെറുതെ ഒന്ന് ചായ കുടിക്കാനും ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാം. റോഡിലിങ്ങനെ കുഴി ഉണ്ടാകുന്നതുകൊണ്ട് ആകെ ഉപയോഗമുള്ള ഒറ്റ ജീവി ഇതാ കിളി. എന്താ അതിന് കുളിക്കാനുള്ളൊരു സംവിധാനമായി. നല്ല ആസ്വദിച്ചിരുന്ന് കുളിക്കുക കേട്ടോ. പിന്നെ സന്ദീപിൻ്റെ വീട്ടിലെത്തി അവനെയും കൂട്ടി കോട്ടയത്തുള്ള ബാർബിക്യൂനിലേക്ക് പോയിട്ടോ. ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയതാണ്. അന്നേരം തിരക്കായതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്ത് മന്തിക്കടയിൽ പോയി നോക്കി. അവിടെയും തിരക്കായതുകൊണ്ട് പിന്നെയും തിരിച്ച് ഇവിടെ തന്നെ വന്നു കേട്ടോ. ഇവൻ്റെ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്തിരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ ഓർഡർ ചെയ്ത ഒരു അഫ്ഗാനി ചിക്കൻ, പിന്നെ ഈ സാധനം കേട്ടോ ഓർഡർ ചെയ്ത്. ഇതിൻ്റെ പേരെന്നാണെന്നറിയത്തില്ല. ഏകദേശം ഒരു ചിക്കൻ മഞ്ചൂരിയൻ പോലെ. ഞങ്ങൾ വന്നപ്പോൾ ഫുൾ തിരക്കായിരുന്നു കേട്ടോ. പോരായപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം കുറഞ്ഞു. എൻ്റെ വീട്ടിലെ വൈഫൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, BSNL മോഡത്തിന്. അപ്പോൾ അത് മാറാൻ വേണ്ടി ഒരു കോട്ടയത്തിൽ കടയിൽ പോയി കേട്ടോ. നമ്മളിത് ഈ സിംഗിൾ ബാൻഡ് മോഡം കേട്ടോ മേടിച്ചത്. ഈ നെറ്റ്ലിങ്ങിൻ്റെ മോഡം മേടിക്കുകയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുകയും ചെയ്യാം. വൈഫൈ റൂട്ടറും ലാനും എല്ലാം ഇതിനകത്ത് ഇൻബിൽറ്റാണ്. ഇപ്പോൾ സാധാരണ എല്ലായിടത്തും BSNL കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ മോഡാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ നമ്മൾ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ അടുത്ത് നിന്ന് മേടിച്ചതേ ഉള്ളൂ. കോട്ടയത്തെ തെണ്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ 6:30 ആയപ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്തി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, റെസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.